എന്തായാലും ഇപ്പോൾ വരുന്ന സ്ഥാനാർത്ഥി സൂചനകൾ അനുസരിച്ച് പോരാട്ടം കടുക്കുമെന്നേറെക്കുറെ ഉറപ്പായല്ലേ? UDF-ൽ നിന്ന് സീറ്റ് തിരിച്ചു പിടിക്കാൻ MLA-മാരെ തന്നെ കളത്തിലിറക്കുകയാണ് LDF. എന്തായാലും കോഴിക്കോട് സംബന്ധിച്ചോളം പ്രദീപ് കുമാർ ഇന്നലെ തന്നെ ഒരു അവസാന രൂപം നൽകിയിട്ടുണ്ടായിരുന്നു. പ്രദീപ് കുമാർ മത്സരിക്കുക. അതോടൊപ്പം തന്നെ പത്തനംതിട്ടയിൽ വീണ ജോർജ്, അങ്ങനെ ഏകദേശം 5 MLA-മാരാണ്. മാരിഫ്, അങ്ങനെ CPM-ൽ നിന്ന് 3, CPI-ൽ നിന്ന് 2, അങ്ങനെ 5 MLA-മാരാണ് LDF-ൽ നിന്ന് ഇത്തവണ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ രംഗത്തിറങ്ങുക. ലോക്സഭാ തെരഞ്ഞെടുപ്പിനെ ഇടതുമുന്നണി എത്രത്തോളം ഗൗരവമായി കാണുന്നു എന്നതിന്റെ സൂചനയാണ് MLA-മാരുടെ സ്ഥാനാർത്ഥിത്വം. വിജയസാധ്യത മാത്രമാണ് അടിസ്ഥാനമെന്ന് പറയുമ്പോഴും കാരണങ്ങളേറെയാണ്. ബംഗാളിലും ത്രിപുരയിലും CPM തിരിച്ചടി നേരിട്ട സാഹചര്യത്തിൽ കേരളത്തിൽ പരമാവധി സീറ്റും വോട്ടും ഉറപ്പാക്കണം. CPM-ന്റെയും CPI-യുടെയും നിലനിൽപ്പിന് കൂടി അത് അത്യാവശ്യമാണ്. 5ഇടത്തും വിജയസാധ്യതയുള്ള മറ്റു പേരുകൾ കണ്ടെത്താനാവാത്തതും MLA-മാരെ രംഗത്തിറക്കാൻ കാരണമായിട്ടുണ്ട്. നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ വലിയ നേട്ടമുണ്ടാക്കിയിട്ടും ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തോൽവിയുണ്ടാകുന്ന പശ്ചാത്തലത്തിലാണ് ആലപ്പുഴയിൽ മാരിഫിനെ രംഗത്തിറക്കാൻ CPM-ന് പ്രചോദനമായത്. 3ാം വിജയം തേടുന്ന KC വേണുഗോപാലിനെ തടയുകയാണ് ലക്ഷ്യം. ശബരിമല വിവാദങ്ങൾക്ക് പിന്നാലെ പത്തനംതിട്ട തിരിച്ചു പിടിക്കുന്നതും അഭിമാന പ്രശ്നമായി മാറിയിട്ടുണ്ട്. അതിന് CPM ആലോചിക്കുന്നത് ആറന്മുള MLA വീണ ജോർജിനെ. വീണ ജോർജിന് താല്പര്യമില്ലെങ്കിൽ രാജു അബ്രഹാമിനെ തന്നെ CPM രംഗത്തിറക്കിയേക്കും. കോഴിക്കോട് MK രാഘവനുള്ള പ്രതിച്ഛായ മറികടക്കാൻ CPM-ലെ ജനപ്രിയ നേതാവ് പ്രദീപ് കുമാറിനെ രംഗത്തിറക്കാനാണ് പാർട്ടി തീരുമാനിച്ചിരിക്കുന്നത്. 3 ടൈം തുടർച്ചയായി MLA ആയ പ്രദീപ് കുമാറിലൂടെ കോഴിക്കോട് തിരിച്ചു പിടിക്കാമെന്നാണ് പ്രതീക്ഷ. തിരുവനന്തപുരത്ത് ജയിക്കാനാകാത്ത പാർട്ടി എന്ന നാണക്കേട് മാറ്റുക മാത്രമല്ല, പേയ്മെന്റ് സീറ്റ് എന്ന ചീത്തപ്പേര് മറക്കാനും CPIക്ക് ഇവിടെ വിജയം അനിവാര്യമാണ്. അതുകൊണ്ട് തന്നെയാണ് മുതിർന്ന നേതാവ് C ദിവാകരനെ തിരുവനന്തപുരത്ത് പരിഗണിച്ചതും. ചിറ്റയും ഗോപകുമാറിന്റെ ജനപ്രീതി മാവേലിക്കരയിലും അട്ടിമറി വിജയം കൊണ്ടുവരുമെന്ന് CPI പ്രതീക്ഷിക്കുന്നു. മീഡിയ 1 തിരുവനന്തപുരം.